നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. സംഭവത്തിൽ 3 KSU നേതാക്കൾക്കെതിരെ കേസ്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദുകൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫീഖർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. മുടിവെട്ടിയില്ല, 14 കുട്ടികളെ ഗേറ്റിന് പുറത്താക്കി അധ്യാപകർ. കൊല്ലം ഉമയനല്ലൂർ, മൈലാപ്പൂർ AKM HSSലെ വിദ്യാർത്ഥികളെയാണ് ഗേറ്റിന് പുറത്താക്കിയത്. കാലത്തിനൊപ്പം മാറുന്ന വിദ്യാലയങ്ങൾ പഠന മികവും ഉറപ്പാക്കുന്നുവെന്ന് മന്ത്രി KM ബാലഗോപാൽ. പുതിയ കാലത്തിന്റെ മാറ്റങ്ങളും കുതിപ്പുകളും കേരളത്തിലെ വിദ്യാലയങ്ങൾക്കും അവകാശപ്പെടാമെന്ന് മന്ത്രി. കൊല്ലം കടയ്ക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കേരള സർവകലാശാല കലോത്സവത്തിനിടയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ചതായി ആരോപണം. കൊല്ലത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് KSU മാർച്ച്. അക്രമം നടത്തിയ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് KSU. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ KSU നേതാക്കൾ ശ്രമിച്ചതായി പരാതി. സംഭവത്തിൽ 3 KSU നേതാക്കൾക്കെതിരെ ഇരവിപുരം പോലീസ് കേസെടുത്തു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദുകൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫീഖർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. KSU ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊല്ലം ഇരവിപുരം പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദുകൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫീഖർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പ്രതികൾ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ആഷിഖ് ബൈജുവിന്റെ പൊതുജീവിതം കളങ്കപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തി അന്യായ ധനസമ്പാദനം നടത്തുക എന്നീ ഉദ്ദേശത്തോടുകൂടി കഴിഞ്ഞ വർഷം ഡിസംബർ 9 വാട്സപ്പ് കോൾ ചെയ്ത് പരസ്ത്രീ ബന്ധമുള്ള ആളാണെന്നും പൊതുജീവിതം തകർക്കുമെന്നും ഭീഷണിപ്പെടുത്തി. തുടർന്ന് പല പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ച് ആഷിഖ് ബൈജു ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് ഒരു സ്ത്രീ ആരോപിക്കുന്ന വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുക്കുകയും ചെയ്തതായാണ് FIR-ൽ പറയുന്നത്. അതേസമയം തന്റെ അറിവിൽ ഇങ്ങനെ ഒരു സംഭവം അറിയില്ലെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും യദുകൃഷ്ണൻ പറഞ്ഞു. പെണ്ണിനെ ബലാത്സംഗം ചെയ്തു എന്ന് ഭീഷണിപ്പെടുത്തി ഒരു ഫീമെയിൽ വോയിസ് ഇട്ട് കൊടുത്തു, ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പരാതി. ഞാൻ ചെയ്തെന്നോ? നിങ്ങൾ 3 പേരും കൂടെ ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. അല്ല, യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, ഇപ്പോ ഇതുവരെ ഞാൻ എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. ഇന്നത്തെ ദിവസം കൈരളിയുടെ ഒരു കാർഡ് ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവം ഈ നടന്നു എന്നുള്ളതിനെ പറ്റി തന്നെ നമ്മൾ അറിയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. അനാവശ്യമായി ഇതിന്റെ ചർച്ചകൾ തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ് നമുക്ക് ഇതിനെ കരുതുന്നത്. എന്നിരുന്നാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഞങ്ങൾ അതിനെ നോക്കി കാണുന്നു. കാര്യം ഏതോ ഒരു പ്രതി അയച്ചു കൊടുക്കുക, ഞങ്ങൾ അതിനെ സഹായിച്ചു എന്നുള്ള തരത്തിലേക്കാണ് FIR എന്റെ ഇപ്പോഴാണ് കിട്ടിയത്. ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി തന്നെ ഇത് DGPക്ക് ഞങ്ങൾ ഈ FIR ഇട്ടതിനെതിരെ പരാതി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലേക്കുള്ള എന്തെങ്കിലും ഒരു നിലപാടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാൻ മുൻപോട്ട് തന്നെ ഞാൻ തന്നെ തയ്യാറാകുകയാണ്. എന്റെ ഫോണോ അല്ലെങ്കിൽ ഞാനുമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പറോ പൂർണ്ണമായും പോലീസിനെ പരിശോധിക്കാൻ വേണ്ടി അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് വളരെ കൃത്യമായി ഏതോ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നിന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് തന്നെ ഒരു നല്ല അഭിഭാഷകനെ കണ്ടുകൊണ്ട് മാനനഷ്ടത്തിന് ഇതിനെ കേസ് ചാർജ് ചെയ്ത പോലീസിനടക്കം ഇതാരാണ് പരാതി കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരാതി കൊടുത്തിരിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായി ഞാൻ മാനനഷ്ടത്തിന് കേസുമായി മുമ്പോട്ട് പോവുകയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇത് വെറും രാഷ്ട്രീയ പ്രേരിതമായി പോലീസ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ SFIയുടെ വലിയ ക്രിമിനൽ സംഘം ഇവിടുത്തെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിന്റെ ഒരു വിഷയം മാറ്റി നിർത്തുവാൻ വേണ്ടി, അതിന്റെ ചർച്ച വഴിതിരിച്ചു വിടാൻ വേണ്ടി നാളുകളിൽ വിദ്യാഭ്യാസ ബന്ധമൊക്കെ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെ മാറ്റിയെടുത്തുകൊണ്ട് ആ വാർത്ത തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള വെറും രാഷ്ട്രീയ പ്രേരിതമായ നിങ്ങൾ ആരോപിക്കപ്പെടുന്ന ആഷിഖ് ബൈജു എന്ന് പറയുന്ന KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എന്നോടൊപ്പം ഇടതുഭാഗത്ത് ഈ പരിപാടി ഉദ്ഘാടന സമയത്ത് നിന്നത്. അല്ല, ഇതിനെപ്പറ്റി പ്രാഥമികമായിട്ട് നമുക്ക് ഒരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഈ പരിപാടിക്ക് വരുമ്പോ കൈരളിയുടെ കാർഡ് എന്നാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നുണ്ട് എന്ന സൂചന കൂടിയാണ് ഇത്തരം സംഭവങ്ങളെന്നും പറയപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
ഇൻസ്റ്റഗ്രാം വഴി 17-കാരിയുമായി അടുപ്പം സ്ഥാപിച്ച ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച 22-കാരൻ പിടിയിൽ. പത്തനാപുരം പിറവന്തൂർ സ്വദേശി റിജാസ് ആണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. ഇൻസ്റ്റഗ്രാം വഴി 17-കാരിയുമായി അടുപ്പം സ്ഥാപിച്ച ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച 22-കാരൻ പിടിയിൽ. പത്തനാപുരം പിറവന്തൂർ സ്വദേശി റിയാസാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയുമായി പ്രണയത്തിലായ റിയാസ് വിവാഹ വാഗ്ദാനം നൽകി കാറിൽ കടത്തിക്കൊണ്ടുപോയി തമിഴ്നാട്ടിൽ ഉൾപ്പെടെ എത്തിച്ച് പീഡിപ്പിച്ചതായാണ് പരാതി. ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും കാറിനുള്ളിലും വരെ പീഡനത്തിനിരയാക്കി. പെൺകുട്ടിയെ കാണാതായതോടെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഏരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ വീടിന് സമീപം കാറിലെത്തിച്ച ശേഷം യുവാവ് കടന്നുകളയാൻ ശ്രമിച്ചു. യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് യുവാവിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പും നടത്തി. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ അഗസ്ത്യകോട് ന്യൂ LPSൽ പ്രവേശനോത്സവം നടത്തി. കുരുന്നുകൾ അക്ഷരദീപം തെളിച്ചതോടെയാണ് പ്രവേശനോത്സവത്തിന് തുടക്കം കുറിച്ചത്. സ്കൂളിൽ ഡൈനിങ് ഹാളും ഉദ്ഘാടനം ചെയ്തു. പാദപൂജ മടിയാതെ തോന്നണമേ. അക്ഷരത്തൊപ്പി അണിയിച്ചും വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ നൽകിയുമാണ് നവാഗതരെ അഗസ്ത്യകോട് ന്യൂ LPSലേക്ക് സ്വാഗതം ചെയ്തത്. വർദ്ധിച്ച സന്തോഷത്തോടെ എത്തിയ കുരുന്നുകൾ അക്ഷരദീപം തെളിച്ചതോടെ പ്രവേശനോത്സവത്തിന് തുടക്കമായി. പഞ്ചായത്ത് അംഗം S. ശ്രീജ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അഗസ്ത്യകോട് ന്യൂ LPS ഭൗതിക സാഹചര്യങ്ങളിലും പഠന മികവിലും മറ്റേതൊരു സ്കൂളിനേക്കാളും മുന്നിലാണെന്നും ക്ലാസ് മുറികൾ ഹൈടെക് ആയതോടെ കൂടുതൽ മികച്ച പഠനം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുമെന്നും പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീജ പറഞ്ഞു. നിങ്ങൾക്ക് പഠന ഫർണിച്ചറുകൾ അതായത് 2021-22 വർഷത്തെ പ്രോജക്റ്റ് ആയിരുന്നു. അന്ന് 2.5 ലക്ഷം രൂപയായിരുന്നു നമ്മളന്ന് ഫർണിച്ചറിന് വെച്ചിരുന്നത്. എങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അന്നത് നടക്കാതെ പോയി. എന്റെ ഭരണകാലാവധി തീരുന്നതിന് മുമ്പ് എനിക്ക് അത് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. കൂടാതെ തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് എന്റെ സ്കൂള് എന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് കുറേയേറെ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്താൻ സാധിച്ചു. പക്ഷെ ഞാൻ ആ ഫണ്ടുകൾ കൊണ്ടുവന്നെങ്കിലും എല്ലാം ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളിലും മുൻപിൽ നിന്നത് നമ്മുടെ PTA പ്രസിഡന്റായ പ്രതീക്ഷണൻ തന്നെയാണ്. നമ്മുടെ സ്കൂളിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് പ്രതീക്ഷണൻ. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ കുറേയേറെ ബാക്കി വെച്ചിട്ടാണ് ഞാൻ എന്റെ കാലാവധി പൂർത്തിയാക്കാൻ പോകുന്നത്. അഗസ്ത്യകോട് ന്യൂ LPSലെ എല്ലാ ക്ലാസ് മുറികളിലും ഹൈടെക് സൗകര്യങ്ങളാണുള്ളത്. എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ പാനൽ ബോർഡുകൾ സ്ഥാപിച്ചു. കുട്ടികൾക്ക് ഓരോ പാഠഭാഗങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും കൂടുതൽ അറിവ് നേടാനും ഇത്തരം ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴിയൊരുക്കും. മത്സര പരിപാടികളിൽ സഭാകമ്പമില്ലാതെ പങ്കെടുക്കുന്നതിനാവശ്യമായ പരിശീലനം നൽകുന്നതിനും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും സ്കൂൾ അങ്കണത്തിൽ വിശാലമായ ഓഡിറ്റോറിയവും ഒരുക്കി. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വിദ്യാർത്ഥികൾക്ക് കഴിക്കുന്നതിനായി സ്മാർട്ട് TVയോടുകൂടിയുള്ള വൃത്തിയും വിശാലമായതുമായ ഡൈനിങ് ഹാളും സ്കൂളിൽ ഒരുക്കി. ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം ശ്രീജ നിർവഹിച്ചു. സ്കൂളിലെ പുരോഗമന പ്രവർത്തനങ്ങളിൽ എപ്പോഴും പങ്കാളികളാകുന്ന അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രവേശനോത്സവ സമ്മാനമായി പുതിയ മിക്സി സ്കൂളിലേക്ക് നൽകി. ഒപ്പം മിഠായികളും സമ്മാനിച്ചു. അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ചെയർമാൻ മൊയ്തു അഞ്ചലും രക്ഷാധികാരി സുനിലും ചേർന്ന് സ്കൂൾ പ്രഥമാധ്യാപിക ലതികയ്ക്ക് മിക്സി കൈമാറി. സ്കൂൾ പ്രസിഡന്റ് പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ ശ്രീരംഗം ശ്രീധരൻപിള്ള, PTA വൈസ് പ്രസിഡന്റ് രഞ്ജുരാജ്, അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ രക്ഷാധികാരി സുനിൽ, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജീന, അധ്യാപകരായ നിഷ, ലിമ, ഉഷ, നീതു, സ്കൂൾ വികസന സമിതി അംഗം രവീന്ദ്രൻപിള്ള, രാമചന്ദ്രൻ, PTA അംഗങ്ങൾ, MPTA അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കളിച്ചിരികളും പരിഭവങ്ങളുമായി അംഗനവാടികളിലേക്ക് കുരുന്നുകളെത്തി. സംസ്ഥാനത്തെ അംഗനവാടികളിൽ പ്രവേശനോത്സവം നടന്നു. ബലൂണുകളും മധുരവും നൽകി കുരുന്നുകളെ അംഗനവാടിയിലേക്ക് വരവേറ്റു. ഓച്ചിറ ചങ്ങൻകുളങ്ങരയിലും അംഗനവാടി പ്രവേശനോത്സവം നടത്തി. ഏറെ ആഹ്ലാദകരമായ അന്തരീക്ഷത്തിലാണ് സംസ്ഥാനത്തെ അംഗനവാടികളിൽ പ്രവേശനോത്സവം നടത്തിയത്. ബലൂണുകളും തൊപ്പികളും പൂക്കളും മധുരവും നൽകിയാണ് കുരുന്നുകളെ അംഗനവാടിയിലേക്ക് അധ്യാപകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ചേർന്ന് സ്വീകരിച്ചത്. ഇനി കളിച്ചിരികളുടെ പുതുലോകം എന്ന സന്ദേശവുമായാണ് അംഗനവാടികളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ്
പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. തദ്ദേശ സ്ഥാപന അധികൃതർ, അംഗനവാടി ജീവനക്കാർ എന്നിവർ പ്രവേശനോത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ചങ്ങൻകുളങ്ങര 59 നമ്പർ അംഗനവാടിയിലും പ്രവേശനോത്സവം നടത്തി. കുരുന്നുകളെ മധുരം നൽകിയാണ് അംഗനവാടിയിലേക്ക് സ്വീകരിച്ചത്. പഞ്ചായത്ത് അംഗം അബി അംഗനവാടി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു മീറ്റിംഗ് വിളിച്ചാൽ 10-20 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 5 കുഞ്ഞുങ്ങൾ രക്ഷകർത്താക്കൾ മാത്രമേ എത്തുള്ളൂ, അല്ലെങ്കിൽ 7 പേര്. അത് മാറ്റണം. വെച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് രക്ഷകർത്താക്കളെല്ലാം വിളിക്കുന്ന മീറ്റിംഗിൽ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും എത്തിച്ചേരണം. രക്ഷിതാക്കൾ, അധ്യാപിക, ഹെൽപ്പർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രായം 69. ജീവിത പ്രാരാബ്ദങ്ങൾ സൈക്കിളിലേറ്റി ഷംസുദ്ദീൻ തന്റെ യാത്ര തുടങ്ങിയത് 15-ാം വയസ്സിലാണ്. ആദ്യം കടയിലേക്കുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകിയാണ് ഷംസുദ്ദീൻ ജീവിതത്തോട് പോരാടി തുടങ്ങിയത്. കാലം മാറിയപ്പോഴും തന്റെ സൈക്കിൾ അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. സൈക്കിളിൽ മത്സ്യക്കച്ചവടം ചെയ്താണ് ഇപ്പോൾ ഷംസുദ്ദീന്റെ ജീവിതം. കഴിഞ്ഞ 49 വർഷമായി ഷംസുദ്ദീന്റെ യാത്ര സൈക്കിളിലാണ്. തേവലക്കര മാമ്പുഴത്തെക്കതിൽ ഷംസുദ്ദീന് ഇപ്പോൾ 64 വയസ്സാണ് പ്രായം. പതിനഞ്ചാമത്തെ വയസ്സിൽ 1500 രൂപയ്ക്കാണ് സൈക്കിൾ വാങ്ങിയത്. ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ സൈക്കിളിലേറ്റിയായിരുന്നു യാത്ര മുഴുവൻ. ആദ്യകാലങ്ങളിൽ ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നും പച്ചക്കറികൾ വാങ്ങി പുത്തൻ സങ്കേതത്തിൽ ഉൾപ്പെടെ കൊണ്ടു നടന്ന് വിൽക്കുകയായിരുന്നു ജോലി. അന്നത്തെ ലോഡിങ് പുളിയരിപ്പൊടി, പുണ്ണാക്ക്, പിന്നെ പുണ്ണാക്ക് അതും ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും പശുക്കളൊക്കെ ഉള്ള വീട്ടുകളിൽ. നല്ലോട്ടി സൈക്കിളാണ്. സൈക്കിളെ ഓടുന്നതുകൊണ്ട് എനിക്ക് അത്ര ആരോഗ്യം ഇപ്പോഴും ഉണ്ട്. ഇതിനുശേഷം കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ജോലിയേറ്റു. വിവിധ കടകളിൽ നിന്ന് അരിയും കപ്പലണ്ടിയും പിണ്ണാക്കും പുളിയരിപ്പൊടിയുമെല്ലാം ഷംസുദ്ദീൻ തൻ്റെ സൈക്കിളിൽ വീടുകളിൽ എത്തിച്ചു നൽകി. ഷംസുദ്ദീൻ വർഷങ്ങളായിട്ട് ഇവിടെ പലചരക്ക് കടയും സ്റ്റേഷനറി കടയും അല്ലെങ്കിൽ ഇതെല്ലാം ലോഡടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇത് ലോഡടിയൊക്കെ ആട്ടോ ഒക്കെ വന്നപ്പോഴാണ് ഇച്ചിരി കുറവ് വന്നത്. അതിനുമുമ്പ് പുള്ളിയാണ് ഇത് മൊത്തം സാധനങ്ങളും വീടുകളിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കമ്പിയും സിമെൻറ്റുമൊക്കെ തൻ്റെ സൈക്കിളിൽ അദ്ദേഹം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ ദുരിതങ്ങളോടും പടവെട്ടിയായിരുന്നു ഷംസുദ്ദീൻ്റെ ജീവിതം. അറുപത്തിനാലാമത്തെ വയസ്സിലും തൻ്റെ സൈക്കിൾ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറല്ല. കാലം ഏറെ മാറിക്കഴിഞ്ഞു. ഇന്ന് വ്യാപാരങ്ങൾ പലതും വാഹനങ്ങളിലായി. എന്നാൽ തൻ്റെ വാഹനമായ സൈക്കിൾ ഷംസുദ്ദീൻ ഉപേക്ഷിച്ചില്ല. പണ്ടോട്ടേ കഷ്ടപ്പാടിൽ ഇത് തന്നെ, ഈ സൈക്കിൾ തന്നെ ചവിട്ടി ഇതിനകത്ത് തന്നെ ഉള്ള ഉപമയാർക്കുമാണ് ഇപ്പോഴും ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറെ മാർഗങ്ങളോ ഒന്നുമില്ല. സ്വന്തമായിട്ട് പിന്നെ സ്ഥലമില്ല, വീടില്ല. ഇപ്പോഴും ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ സൈക്കിൾ അന്ന് 1000 കിലോ രൂപയ്ക്ക് വിളിച്ചത്. മറ്റ് ജോലികൾ കിട്ടാതെ വന്നതോടെ മത്സ്യക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. ഇന്ന് മീൻ കച്ചവടമാണ് ഷംസുദ്ദീൻ്റെ ഉപജീവന മാർഗം. ഞാൻ പുത്തനങ്കയത്തിൽ എൻ്റെ കൊച്ചുനാളെ തൊട്ടേ ഞാൻ ഈ അരി സാധനവും പുണ്ണാക്കും, പിന്നെ പുളിപ്പൊടി അതും ഇതുമെല്ലാം കൊടുത്തോണ്ട്, സിമെൻറ്റ് എല്ലാം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൊച്ചുനാൾ തൊട്ട്. ഇപ്പം കടകളെല്ലാം അടച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അടിക്കുകയെല്ലാം ചെയ്തു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇച്ചിരി മത്സ്യത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്. അത് കുറച്ചേ എടുക്കത്തുള്ളൂ, ഒരാളെ നമ്മൾ കൊണ്ടു തരുന്നത്. അങ്ങനെ അത് ചുറ്റിടന്ന് വിറ്റ് ഉപമാർഗം നടത്തുന്നു. അത്രയുണ്ട്. വീട്ടിൽ ഭാര്യയുണ്ട്, എൻ്റെ മോളുണ്ട്, കൊച്ചുമക്കളുണ്ട്. രാവിലെ മുതൽ ഷംസുദ്ദീൻ തൻ്റെ യാത്ര ആരംഭിക്കും. രാത്രി വൈകുന്നതുവരെ സൈക്കിളിൽ തന്നെ യാത്ര. ഇവിടുത്തെ ആളുകളെല്ലാം പിന്നെ സാധനങ്ങളെല്ലാം വീട്ടിലെത്തിക്കുകയും പിന്നെ മറ്റ് ഒന്നുമില്ല, നല്ല രീതിയിലാണ് നടക്കുന്നത്. രാവിലെ ഏജൻസി ഇപ്പോഴും രാവിലെ ഏജൻസിയിൽ വരും, വൈകിട്ടേ പോകത്തുള്ളൂ.
വൈകിട്ട് അതുവരെ എന്തെങ്കിലും ഇപ്പം പഴയ പോലുള്ള ഇല്ല ആട്ടോ ഒക്കെ വന്നപ്പം പിന്നെ ഒരുപാട് ലോഡൊക്കെ കുറഞ്ഞ് എന്നാലും രാവിലെ വന്നിട്ട് വൈകിട്ടേ പോകത്തുള്ളൂ. ഷംസുദ്ദീന് എല്ലാ പിന്തുണയുമായി ഭാര്യ ഫാത്തിമ ബീവിയും മകൾ മുംതാസും കൂടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. പത്തനാപുരം EMS സഹകരണ ആശുപത്രിക്ക് പുതിയ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ 100 കിടക്കകൾ ആശുപത്രിയിലുണ്ട്. അനുബന്ധമായി നഴ്സിംഗ് കോളേജും കൂടുതൽ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. ആരോഗ്യ പരിപാലന രംഗത്ത് സഹകാരികളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയോടെ ഇത്തരം ഉദ്യമങ്ങൾ വികസിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്തനാപുരം EMS സഹകരണ ആശുപത്രിയുടെ പുതിയ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ 100 കിടക്കകൾ ആശുപത്രിയിലുണ്ട്. അനുബന്ധമായി നഴ്സിംഗ് കോളേജും കൂടുതൽ സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്ന് ബാലഗോപാൽ പറഞ്ഞു. തുടക്കത്തിനേക്കാളും വളരെയേറെ രോഗികളെണ്ണം വർദ്ധിച്ചിരിക്കുന്നതോടെ നേരത്തെ പറഞ്ഞു 2000-ലധികം വരുന്ന ഓപ്പറേഷനുകൾ നടത്തി കഴിഞ്ഞു. ഷെയർ ക്യാപിറ്റൽ 5 കോടിയായിരുന്നു. നമ്മുടെ ലാഭത്തിനനുസരിച്ച് കൂടുതൽ വേണ്ടതാണ്. വളരെ വലിയ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് പോലെയല്ല ആശുപത്രിയുടെ ഷെയർ എന്ന് നമുക്കറിയാം. ആശുപത്രി ഷെയർ ഞങ്ങളെല്ലാവരും ആദ്യം ഷെയർ ഇട്ട് നിൽക്കുമ്പോൾ ഉടൻ തന്നെ ലാഭം ഉണ്ടാക്കി അടുത്ത ഉടനെ കിട്ടുന്നല്ല. നമ്മുടെ നാട്ടിൽ നല്ല ആശുപത്രി വേണം. അത് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഷെയർ എടുക്കുന്നതിന് സഹകരിച്ചിട്ടുണ്ട്, സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരുന്നതിന് സഹകരിച്ചിട്ടുണ്ട്, ഇതിന്റെ കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾ പിന്തുണയ്ക്കാൻ സഹകരിച്ചിട്ടുണ്ട്. ആ ഒരു പിന്തുണയാണ് സഹകരണ ആശുപത്രി എന്നതിലൂടെ പിന്തുണ ഇത്രയും എത്താൻ കഴിഞ്ഞത്. കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികൾ അനിവാര്യമാണെന്നും പ്രഗത്ഭരായ പല ഡോക്ടർമാരുടെയും സാന്നിധ്യം ആശുപത്രിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചെന്നും എമർജൻസി വിഭാഗം ഉദ്ഘാടനം ചെയ്ത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. അത് വിജയിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചു. കാരണം ഇവിടെ ഉദ്ഘാടനം പറഞ്ഞതുപോലെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു MBBSന്റെ ആശുപത്രിയായിരുന്നു ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ആശുപത്രി. പത്തനാപുരം ഈ മേഖലകളിൽ ഈ അടൂരികൾ കൂട്ടാൻ പോയി ഈ ഭാഗത്ത് കുടിയൂരടക്കം എല്ലാവരും ആശ്രയിച്ചിരുന്നത് പത്തനാപുരത്തെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ MBBSന്റെ ആശുപത്രിയാണ്. അത് ആശുപത്രി നിലച്ചതിന് ശേഷം ഇവിടെ വലിയൊരു ആശുപത്രി സൗകര്യം ഉണ്ടായിരുന്നു. അത്യാവശ്യത്തിൽ പലരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയത് ഇതൊരു നല്ല ഹോസ്പിറ്റലാണ്. ആ പ്രശ്നത്തിന് ഒരു പരിഹാരം നൽകാനാണ്. EMS സഹകരണ ആശുപത്രി പ്രസിഡന്റ് ദസ്തഗീർ സാഹിബ് അധ്യക്ഷത വഹിച്ചു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് ചെയർമാൻ K രാജഗോപാൽ, NS സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് A മാധവൻപിള്ള, സെക്രട്ടറി P ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കോട് ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടമായി. കാലത്തിനൊപ്പം മാറുന്ന വിദ്യാലയങ്ങൾ പഠന മികവും ഉറപ്പാക്കുന്നുവെന്ന് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. നിർമ്മിത ബുദ്ധി, യന്ത്ര സംവിധാനം, നൈപുണ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ പുതിയ കാലത്തിന്റെ മാറ്റങ്ങളും കുതിപ്പുകളും കേരളത്തിലെ വിദ്യാലയങ്ങൾക്കും ഇന്ന് അവകാശപ്പെടാമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കടയ്ക്കോട് ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിടമാണ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തത്. സാങ്കേതിക വിദ്യയിൽ അനുദിനമുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സ്വയം പുതുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ മാത്രം പരിമിതപ്പെടുത്താതെയാണ് സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നത്. കമ്പ്യൂട്ടർ ലാബുകൾ, ലാപ്ടോപ്പുകൾ, കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കാനുള്ള വർണ്ണ കൂടാരങ്ങൾ എന്നിവ കൂടുതൽ സ്കൂളുകളിൽ സജ്ജമാക്കും. സർവകലാശാലകളിൽ ശാസ്ത്ര കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ 300 കോടി രൂപ അനുവദിച്ചു. കൊട്ടാരക്കരയിൽ ഡ്രോൺ റിസർച്ച് പാർക്കും കൊല്ലത്ത് IT പാർക്കും ഉടനെ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെയുള്ള കെട്ടിടത്തിന്റെ പരിമിതി എല്ലാം മാറ്റി ഒരു നല്ല സൗകര്യമുള്ള കെട്ടിടം, വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് ഈ പ്രദേശം. അങ്ങനെ ഒരു നല്ല സ്കൂളുകൾ വന്നു. അങ്ങനെ സ്കൂൾ വന്നപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു കുട്ടികളുടെ എണ്ണത്തിൽ എന്താണ് സ്ഥിതി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 5 പേരായിരുന്നു 1ാം ക്ലാസ്സിൽ, ഇപ്രാവശ്യം 12 പേരായിട്ടുണ്ട്. അത്രയും ഒരു നല്ല പ്രതീക്ഷ, കൂടുതൽ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ കുഴിമതിക്കാട് സ്കൂളിൽ, ഹൈസ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 170 കുട്ടികളധികം വന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അവിടുത്തെ തൊട്ടുചേർന്നുള്ള LP സ്കൂളിലും 1ാം ക്ലാസ്സിൽ 25 കുട്ടികളായി. അപ്പോൾ നമ്മുടെ പൊതു സ്കൂളുകളിൽ കുട്ടികൾ വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ എവിടെയോ കുറയുന്നുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം കുട്ടികളുടെ എണ്ണം മൊത്തത്തിൽ കുറയുന്നുണ്ട്, ജനസംഖ്യ കുറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും നല്ല റിസൾട്ടുണ്ടായ വിദ്യാഭ്യാസ ജില്ല കൊട്ടാരക്കരയാണ് ഇപ്രാവശ്യം, അല്ലേ? കൂടുതൽ വിദ്യാഭ്യാസ ജില്ല ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ടൗൺ UPSലാണെങ്കിൽ 1000-ലധികം കുട്ടികളാണുള്ളത്. അപ്പോൾ എല്ലാ സ്കൂളിലും നല്ല സൗകര്യമുണ്ട്. കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സുവിത അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജയശ്രീ വാസുദേവൻ പിള്ള, വൈസ് പ്രസിഡന്റ് C ഉദയകുമാർ, പ്രഥമാധ്യാപകൻ V ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ,
കൊല്ലം. കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി കൊട്ടാരക്കര പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിന് പുതിയ മുഖം. ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് ഇവിടുത്തെ സൗകര്യങ്ങൾ വികസിപ്പിച്ചതെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 9 മുറികൾ, ക്യാന്റീൻ, കോർട്ട്യാർഡ്, കോൺഫറൻസ് ഹാൾ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിപുലീകരണം സാധ്യമാക്കിയത്. നവീകരിച്ച സംവിധാനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. കൊട്ടാരക്കര പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിലാണ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. 9 മുറികൾ, ക്യാന്റീൻ, കോർട്ട്യാർഡ്, കോൺഫറൻസ് ഹാൾ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിശ്രമ കേന്ദ്രം നവീകരിച്ചത്. നവീകരിച്ച സംവിധാനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. എല്ലാ മേഖലയിലും എന്ന പോലെ താമസ സൗകര്യ വികസനത്തിലും സർക്കാർ നടത്തുന്ന ഇടപെടലിന്റെ ഉദാഹരണമാണ് റെസ്റ്റ് ഹൌസിന്റെ മാറ്റമെന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യാനുസരണം കൂടുതൽ സൗകര്യങ്ങൾ ഇത്തരം കേന്ദ്രങ്ങളിലെല്ലാം നടപ്പാക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. റെസ്റ്റ് ഹൗസിന്റെ പുതിയ ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുവാദമായി അതിന്റെ ടെൻഡർ സ്റ്റേജിലേക്കായിട്ടുണ്ട്. ഈ അടുത്താഴ്ചയൊക്കെ ടെൻഡർ വരും. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി സ്പേസ് സൗകര്യമുള്ള ഇതിന്റെ അപ്പുറത്തോട്ട് ചേർന്ന് ആ ഷെഡ് വന്ന പുറകോട്ടുള്ള സ്ഥലത്ത് റെസ്റ്റ് ഹൗസ് അതിന്റെ ടെൻഡർ ഇപ്പോൾ ഈ ആഴ്ചയോടുകൂടി പുതിയൊരു നല്ല സൗകര്യമുള്ള റെസ്റ്റ് ഹൗസ്, കൂടുതൽ ആൾക്ക് താമസിക്കാൻ റെസ്റ്റ് ഹൗസ് കൂടി. പ്ലാൻ ഫണ്ടിൽ നിന്നും 74.60 ലക്ഷം രൂപ വിനിയോഗിച്ച് 6 മാസം കൊണ്ടാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കേരള സർവകലാശാല കലോത്സവത്തിനിടയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം. കൊല്ലത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് KSU മാർച്ച് നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടന്ന കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ നാടക മത്സരം നടന്ന ദിവസം കരിക്കോട് TKM കോളേജിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ചതായി പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നിട്ടും SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് KSUവിന്റെ നേതൃത്വത്തിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കൊല്ലം AR ക്യാമ്പിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ നമ്മുടെ ശാസ്താംകോട്ട ദേവസ്വം കോളേജിലെ വിദ്യാർത്ഥികൾ നാടകം കഴിഞ്ഞ് അതിന്റെ പ്രവൃത്തി കഴിഞ്ഞ് ആ കുട്ടികളെ പിരിച്ചുവിടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 4ഓളം ജില്ലാ ഭാരവാഹികൾ, 2 വനിതാ പ്രവർത്തകരടക്കം വളരെ മൃഗീയമായി ഒരു കൂട്ടം SFIയുടെ ഗുണ്ടാ സംഘം വന്ന് വളരെ മൃഗീയമായി തല്ലി ചതയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. അടിച്ചതിനു ശേഷം കഴിഞ്ഞെങ്കിൽ മാറിക്കൊടുക്കാനാണ് അവിടെ നിന്നിരുന്ന CI അടക്കമുള്ള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന പ്രതികരണം. അതുകൊണ്ട് ഞങ്ങൾ വളരെ വ്യക്തമായ ഒരു കാര്യം പറയട്ടെ, ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാണ് KSU നടത്തുന്നത്. വളരെ മൃഗീയമായ രീതിയിൽ ADSP എന്ന് പറയുന്ന ഒരു ജില്ലാ കമ്മിറ്റി ഭാരവാഹിയെ വളരെ മൃഗീയമായി തറയിലിട്ട് ചവിട്ടിക്കൂട്ടിയപ്പോ അതിന് കവിതം ചേർത്ത 2 വനിതാ പ്രവർത്തകരുണ്ട്. 2 വനിതാ പ്രവർത്തകരുടെ നെറ്റിക്ക് കല്ലെടുത്തിടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ വസ്ത്രങ്ങൾ വലിച്ചു കയറാനുണ്ടായ സാഹചര്യം നമ്മളെല്ലാവരും കണ്ടു. വളരെ മൃഗീയമായി 2 വനിതാ സഹപ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യമാണ് കണ്ടത്. അവരോട് ഞങ്ങളൊരു കാര്യം, ഇവിടുത്തെ SFIയുടെ നേതൃത്വത്തോട് ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിക്കണമെന്നുള്ള മഹാത്മാഗാന്ധിയുടെ ചരിത്രവും പാരമ്പര്യവും പേര് മുമ്പോട്ട് പോകുന്നവരാണ് ഞങ്ങൾ. ഒരു ചെകിടത്തടിച്ച് മറുചകിടം കാണിച്ച് തലയുടെ ഉച്ചയിൽ കയറി നടിക്കുമ്പോ അടി കൊണ്ടുപോകണമെന്ന് ഒരു KSU നേതാക്കന്മാരോടും ഒരു നേതാക്കന്മാരും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇനി ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നേരെ ഒരടി നിങ്ങൾ മുമ്പോട്ട് വെച്ചാൽ അതിനെ കായികപരമായി നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന് KSU തയ്യാറാകുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സംയമനം പാലിച്ചതോടെ സമാധാനപരമായി പിരിഞ്ഞുപോയി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ ചുമതലയേറ്റു. കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ 7ാമത് ഭരണസമിതിയാണ് ചുമതലയേറ്റത്. P. ഉഷാകുമാരിയാണ് പ്രസിഡന്റ്. അഡ്വക്കേറ്റ് KP സജിനാഥാണ് സെക്രട്ടറി. പുതുതായി ചുമതലയേറ്റ സെക്രട്ടറി അഡ്വക്കേറ്റ് KP സജിനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ ഭരണസമിതി അംഗങ്ങളും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളും പങ്കെടുത്തു. P. സോമനാഥൻ, S. നാസർ, C. ബാൽഡുവിൻ, TK വിനോദൻ, C. സന്തോഷ്, രാജു കല്ലുവാതുക്കൽ, വേലായുധൻ, പത്മകുമാർ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ കമ്മിറ്റിക്ക് കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ കർമ്മ പരിപാടികളായിരുന്നു കഴിഞ്ഞ ഈ 6ാം ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ചത്. ലൈബ്രറികളുടെയും നമ്മൾ ഒരേ നിലവാരത്തിലേക്ക് നമുക്ക് A+ മുതൽ F ഉണ്ട്.
എങ്കിലും എല്ലാ ലൈബ്രറികളെയും ഒരേ നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു സൂപ്പർ മികച്ച ഒരു ലൈബ്രറി സംവിധാനം ഉണ്ടാക്കുകയും ഇപ്പോൾ നിലവിൽ നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഓരോ വാർഡിലും ഓരോ ലൈബ്രറി എന്നുള്ള സംവിധാനമാണ്. ഇവിടെ നിയമാനുസരിച്ച് 2 കിലോമീറ്റർ പ്രാദേശിക ആവശ്യകത അനുസരിച്ച് പുസ്തക ശേഖരണം നടത്തുന്ന ചെറിയ ലൈബ്രറി. കമ്മിറ്റി അംഗമായിട്ടും ലൈബ്രറി സെക്രട്ടറി ആയിട്ടും ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈബ്രറി ലൈബ്രറിയുടെ ജീവാത്മാവും മനസാത്മാവും അങ്ങനെ ചില ആളുകളുണ്ട്. ഞാനീ പറഞ്ഞതേ ഈ ലൈബ്രറി പ്രവർത്തകർ എന്ന് പറയുന്നതാണ് അതിനിസ്വാർത്ഥരായ നിസ്വരായ സമൂഹ ശുശ്രൂഷകർ. കാരണം അവർ ഈ ബാങ്ക് ഇലക്ഷൻ നിൽക്കുന്നില്ല, നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചുള്ള സ്ഥാനങ്ങളിൽ മത്സരിക്കുന്നില്ല. അവരയഥാർത്ഥത്തിൽ അവരുടെ അധികം കിട്ടുന്ന സമയം അവരുടെ ഒരു ആത്മസായുജ്യത്തിനും ചാരിതാർത്ഥ്യത്തിനും വേണ്ടി പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു, ആ പുസ്തകങ്ങൾ ചിന്തിക്കുന്ന പുസ്തകത്തിലെ പരമാവധി ഭംഗിയാക്കാൻ പരിശ്രമിക്കുന്നു. പ്രവർത്തനരഹിതമായി കിടക്കുന്ന ലൈബ്രറികളെ പുനരുജ്ജീവിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. വൈസ് പ്രസിഡന്റായി ബി ജയകുമാറും തെരഞ്ഞെടുക്കപ്പെട്ടു. കമ്മിറ്റി അംഗങ്ങളായി അർജുൻ, മിനി, പി ഉണ്ണികൃഷ്ണപിള്ള, ജോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ കെ ബി മുരളീകൃഷ്ണൻ, ഡി സുകേഷൻ എന്നിവർ പങ്കെടുത്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ കെ ബി മുരളീകൃഷ്ണൻ, ഡി സുകേഷൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ ചുമതലയേറ്റു. ലാലാജി ഗ്രന്ഥശാലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹെർമൻ കുണ്ടട്ട് പുരസ്കാരം നേടിയ വള്ളിക്കാവ് മോഹൻദാസിനെ ആദരിച്ചു. 7ാം ലൈബ്രറി കൗൺസിലിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു. കരുനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാലയിൽ നടന്ന ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂറിൽ പി എൻ പണിക്കരുടെ നേതൃത്വത്തിലും ആരംഭിച്ച വലിയ മൂവ്മെന്റ് ഭാരതത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തെ ശൈക്ഷണികമായൊരു തലത്തിലേക്ക് ഉയർത്തുകയുണ്ടായി. ഇന്ത്യയിൽ ഏറ്റവും അധികം ചിന്തിക്കുന്ന ആളുകൾ, ഇന്ത്യയിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള ആളുകൾ, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആരോഗ്യ പരിരക്ഷ ശ്രദ്ധിക്കുന്ന ആളുകൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ആളുകൾ, ഇന്ത്യയിൽ വർഗീയ കലാപമില്ലാത്ത പ്രദേശം, അങ്ങനെ എന്തെല്ലാം രംഗങ്ങളിലാണ് കേരളം മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഈ മാതൃക, കേരള മോഡൽ എന്നൊരു പ്രയോഗം തന്നെ കേരള മാതൃക സൃഷ്ടിക്കുന്നതിൽ കേരളത്തെ മനുഷ്യരെ പ്രാപ്തരാക്കിയ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് വായനയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാം ഇവിടെ ഇരിക്കുന്ന ഈ ഗ്രന്ഥശാല തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിക്കുന്നതിന് മുൻപുണ്ടായ ഗ്രന്ഥശാലയാണ്. 95ാമത്തെ വർഷത്തിലാണ് ഈ ഗ്രന്ഥശാല നിൽക്കുന്നത്. ഈ ഗ്രന്ഥശാലയുടെ ബന്ധം കേരളത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുന്നതാണ്. ഇത് മാത്രമല്ല, കേരളത്തിൽ 100 വർഷത്തോളം അടുത്ത് നിൽക്കുന്ന പല ഗ്രന്ഥശാലകളുണ്ട്. അവയൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഗ്രന്ഥശാലകളാണ്. ഈ ഗ്രന്ഥശാലയുടെ പ്രത്യേകത ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ രക്തസാക്ഷികളെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്മാരകമാണ് ഈ ഗ്രന്ഥശാല. നിയുക്ത പ്രസിഡന്റ് കടത്തൂർ മൻസൂർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി പി കെ ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മുൻ കാപെക്സ് ചെയർമാൻ പി ആർ വസന്തൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി, വി പി ജയപ്രകാശ് മേനോൻ, അഡ്വക്കേറ്റ് പി ബി ശിവൻ, പൊന്മന നിശാന്ത്, താലൂക്ക് സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വി വിജയകുമാർ, വൈസ് പ്രസിഡന്റ് അനിൽ പുത്തഴം തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. ഹെർമൻ കുണ്ടട്ട് പുരസ്കാരം നേടിയ വള്ളിക്കാവ് മോഹൻദാസിനെ ചടങ്ങിൽ അനുമോദിച്ചു. പരിഷ്കാര ഗ്രന്ഥശാലയുടെ സുവനീർ പ്രകാശനം ചെയ്തു. അഡ്വക്കേറ്റ് പി ബി ശിവൻ സുവനീർ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ആരാധനാലയങ്ങളിൽ മോഷണം നടത്തി ഒളിവിൽ പോയ പ്രതി പിടിയിൽ. ഇതോടെ തെളിഞ്ഞത് 7 മോഷണ കേസുകൾ. കേരളപുരം കോവിൽമുക്ക് സ്വദേശി രതീഷാണ് പിടിയിലായത്. തെന്മല ഉറുകുന്ന ഭാഗത്ത് ഒഴിഞ്ഞുകിടന്ന വീട്ടിൽ നിന്നുമാണ് ഇയാളെ എഴുകോൺ പോലീസ് പിടികൂടിയത്. കാരുവേലിൽ കുമാരമംഗലം ക്ഷേത്രം, കൈതക്കോട് ഉടയൻകാവ് ക്ഷേത്രം എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയാണ് എഴുകോൺ പോലീസ് പിടികൂടിയത്. കേരളപുരം കോവിൽമുക്ക് ചരുവിളത്തെക്കേതിൽ പുത്തൻ വീട്ടിൽ രതീഷാണ് പിടിയിലായത്. തെന്മല ഉറുകുന്നു ഭാഗത്ത് ഒഴിഞ്ഞുകിടന്ന വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് ഇയാളെ പിടികൂടിയത്. മെയ് 5 വെളുപ്പിന് പരിശോധനയുടെ ഭാഗമായി എഴുകോൺ പോലീസ് സ്റ്റേഷനിലെ SI ജോൺസണും സംഘവും ഇടവട്ടം ഉടയൻകാവ് ക്ഷേത്രത്തിന് സമീപം സംശയാസ്പദമായി ഒരു ബൈക്ക് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഉടയൻകാവ് ക്ഷേത്രത്തിലെ വഞ്ചി കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പോലീസ് നടത്തിയ തിരച്ചിലിൽ കൂട്ടാളിയായ തൃപ്പിലരകം അമ്മാച്ചൻമുക്ക് അശ്വതി ഭവനിൽ അബി,
എഴുകോൺ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇരുവരും ചേർന്ന് കൂടുതൽ മോഷണങ്ങൾ നടത്തിയ വിവരം പോലീസിന് ലഭിച്ചു. എഴുകോൺ SHO സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഒന്നാം പ്രതി രതീഷിനായി അന്വേഷണം ആരംഭിച്ചിരുന്നു. ശനിയാഴ്ചയാണ് ഇയാൾ പിടിയിലാകുന്നത്. രതീഷിനെ ചോദ്യം ചെയ്തതോടെയാണ് കൂടുതൽ കേസുകളുടെ ചുരുളഴിഞ്ഞത്. നീലേശ്വരം പിണ്ണറ്റുമൂട് ഭദ്രാദേവി ക്ഷേത്രം, നീലേശ്വരം ധർമ്മശാസ്ത്ര ക്ഷേത്രം, കലയപുരത്തെ 2 പള്ളികൾ, കുന്നിക്കോട് സ്റ്റേഷൻ പരിധിയിൽ 2 ക്ഷേത്രങ്ങളിലും മോഷണം നടത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. തെളിവെടുപ്പിന് കൊണ്ടുപോയ പ്രതിയുടെ വീട്ടിൽ ക്ഷേത്രവഞ്ചിയിൽ നിന്നും ലഭിച്ച സ്വർണ്ണപ്പൊട്ടുകളും പൈസയും കണ്ടെടുത്തു. SI-മാരായ നിതീഷ്, അനിൽകുമാർ, ജോൺസൺ, അജിത്, CPO-മാരായ റോഷ്, അജിത് ഉണ്ണി, അഭിജിത്ത്, കിരൺ, സനൽ, അനന്തു, ബിനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മുടി വെട്ടിയില്ല, 14 വിദ്യാർത്ഥികളെ ഗേറ്റിന് പുറത്താക്കി സ്കൂൾ അധ്യാപകർ. കൊല്ലം ഊമിയനല്ലൂർ മൈലാപ്പൂർ AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് മുടി വെട്ടിയില്ല എന്ന് പറഞ്ഞ് അധ്യാപകർ ഗേറ്റിന് പുറത്താക്കിയത്. ഉമേനല്ലൂർ മൈലാപ്പൂർ AKM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് മുടിവെട്ടിയില്ലെന്ന കാരണത്താൽ അധ്യാപകർ ഗേറ്റിന് പുറത്താക്കിയത്. രാവിലെ പെയ്ത മഴ നനഞ്ഞാണ് വിദ്യാർത്ഥികൾ ഗേറ്റിന് പുറത്ത് നിൽക്കേണ്ടി വന്നത്. അധ്യയന വർഷം ആരംഭിച്ചതോടെ കഴിഞ്ഞ ദിവസം തന്നെ +2 ക്ലാസ് ആരംഭിച്ചിരുന്നു. ചൊവ്വാഴ്ച സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെയാണ് പ്രഥമാധ്യാപിക പുറത്താക്കിയത്. ചൊവ്വാഴ്ചയായതിനാൽ ബാർബർ ഷോപ്പ് അവധിയാണെന്നും അടുത്ത ദിവസം മുടിവെട്ടി വരാമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞെങ്കിലും അധ്യാപകർ ചെവിക്കൊണ്ടില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എല്ലാവരും എത്ര പേരെ പുറത്തിറങ്ങി? എത്ര പഠിക്കും നിങ്ങൾ? ടീച്ചർ എന്താ ഇപ്പൊ പറയുന്നത്? ടീച്ചർ ഇപ്പൊ അകത്ത് പോലും കേട്ടുന്നില്ല, വെളിയിൽ പോവാൻ കുറച്ചു മഴയത്ത് ഇറങ്ങിയിട്ട് ഇപ്പൊ വെയിലായി. ഇന്നലെ ഇതാണ് കാര്യം, ഇറങ്ങി വെളി സ്കൂൾ ഗ്രൗണ്ടാണ്, ചേരുള്ള പിള്ളേർക്ക് അസുഖം അവര് പറയും. സ്കൂള് വൃത്തിയാക്കിയിട്ടാണ് പിള്ളേരെ വൃത്തിയാക്കുന്നത്. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിച്ചിട്ടുണ്ടെന്നും അവരുമായി സംസാരിച്ച ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും പ്രിൻസിപ്പൽ ജസ്റ്റീന പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അംഗനവാടിയിൽ പ്രവേശനോത്സവം നടത്തി. മാവേലിക്കര താമരക്കുളം 107-ാം നമ്പർ അംഗനവാടിയിലാണ് പ്രവേശനോത്സവം നടത്തിയത്. കുരുന്നുകളെ സ്വാഗതം ചെയ്ത് അംഗനവാടികളിൽ പ്രവേശനോത്സവം നടത്തി. മാവേലിക്കര താമരക്കുളം 107-ാം നമ്പർ അംഗൻവാടിയിലും പ്രവേശനോത്സവം നടന്നു. ചലച്ചിത്ര സംവിധായകൻ കണ്ണൻ താമരക്കുളം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ പഠിച്ച് സ്വന്തം വ്യക്തിമുദ്ര തെളിയിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. സിനിമയിൽ തന്നെ നിരവധി പേരുണ്ട്. ഇപ്പോൾ ഞാനുണ്ട്, ദൃശ്യം സിനിമയുടെയൊക്കെ എഡിറ്റർ അയ്യൂബ് ഇവിടെ പഠിച്ചതാണ്. അയ്യൂബ് ഇന്നലെ എന്നെ ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ, ഞാനും അവിടെ പഠിച്ചാണ്, അവൻ്റെ മക്കളും ഇവിടെ തന്നെ പഠിച്ചതാണ്, അവരെല്ലാം ഇപ്പോൾ എറണാകുളത്താണ്. അങ്ങനെ പിന്നെ ഒരുപാട് പേര് പറഞ്ഞ ഒരുപാട് പട്ടാളക്കാർ, ഒരുപാട് ബിസിനസ്സുകാരെല്ലാം വളരെ ടീച്ചറിന്റെ ഒരു കൈപ്പുണ്യം എന്ന് വെച്ചാൽ ടീച്ചർ തുടങ്ങുന്നതെല്ലാം പൊന്നാവും. ബലൂണുകൾ നൽകിയാണ് കുരുന്നുകളെ സ്വീകരിച്ചത്. പഠനം പൂർത്തിയാക്കി 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. കരുനാഗപ്പള്ളിയിൽ റേഷൻ വിതരണം അട്ടിമറിക്കുന്ന അവസ്ഥയാണെന്ന് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി വൈകുകയാണെന്ന് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി കുറ്റപ്പെടുത്തി. കാലിയായ കടകൾക്ക് കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് റേഷൻ വ്യാപാരികളെന്നും ഭാരവാഹികൾ പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ റേഷൻ വിതരണം അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയാണെന്ന് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി ആരോപിച്ചു. പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് നിവേദനം നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഓരോ മാസവും റേഷൻ വിതരണത്തിന്റെ ശതമാനക്കണക്ക് കുറഞ്ഞു വരികയാണ്. അതുവഴി കാർഡുടമകൾക്ക് ഭക്ഷ്യധാന്യം നഷ്ടപ്പെടുകയും വ്യാപാരികൾക്ക് കമ്മീഷൻ വരുമാനത്തിൽ കുറവുണ്ടാവുകയും ചെയ്യുന്നു. 2025 ജനുവരിയിൽ താലൂക്കിൽ ആകെ ലഭിച്ച കമ്മീഷൻ തുകയിൽ നിന്ന് 1,48,834 രൂപ കുറച്ചാണ് ഏപ്രിൽ ലഭിച്ചത്. 249 റേഷൻ കടകളാണ് താലൂക്കിലുള്ളത്. ഇതിൽ 92 റേഷൻ കടകൾക്ക് മേയിൽ വിതരണാവശ്യത്തിനുള്ള ഭക്ഷ്യസാധനങ്ങൾ ലഭിച്ചിട്ടില്ല. കാലിയായ കടകൾക്ക് കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് റേഷൻ വ്യാപാരികളെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് ജൂൺ മാസം 4-ാം തീയതി വരെ കൊടുത്തുതീർക്കണം. എന്നാൽ നിർഭാഗ്യവശാൽ 94 റേഷൻ കടകൾക്ക് കരുനാഗപ്പള്ളി താലൂക്കിൽ റേഷൻ കിട്ടാറുണ്ട്. ആകെ കൂടി 242 റേഷൻ കടയുള്ളതിൽ ഈ 94 റേഷൻ കടകൾക്ക് റേഷൻ കിട്ടാതിരിക്കുകയും അതിനുപരി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് 4-ാം തീയതി മെയ് മാസത്തെ റേഷൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഗവൺമെന്റിനെ അട്ടിമറിക്കാനാണോ അതോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ തിരുമണിയാണോ എന്നറിയത്തില്ല. കാരണം എല്ലാ DSOമാർക്ക് പറയാം, അതാത് താലൂക്കുകളിൽ
റേഷൻ വിതരണം നടന്നോ നടന്നില്ലയോ എന്ന്. ഈ കിട്ടാത്ത റേഷൻ എങ്ങനെയാ ക്ലോസ് ചെയ്യുന്നത്? ഈ മാസം 4-ാം തീയതി ക്ലോസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരു പ്രധാന ആവശ്യം ഈ മെയ് മാസത്തിൽ റേഷൻ വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ജൂൺ മാസത്തിൽ രണ്ടും കൂടെ കൊടുക്കുന്നതിനുണ്ടാകും. മെയ് മാസത്തെയും ജൂൺ മാസത്തെയും കൂടെ റേഷൻ ഒരുമിച്ച് കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഗവൺമെന്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ വരുത്തണം. അതാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. ഈ സ്ഥിതി എല്ലാ മാസവും ഇങ്ങനെ തുടങ്ങിയാണ് ഇത് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. വൈസ് പ്രസിഡന്റ് കളരിക്കൽ ജയപ്രകാശ്, താലൂക്ക് പ്രസിഡന്റ് വി ശശിധരൻ, സംസ്ഥാന സെക്രട്ടറി എം വേണുഗോപാൽ, ജില്ലാ പ്രസിഡന്റ് കെ പ്രമോദ്, താലൂക്ക് ജനറൽ സെക്രട്ടറി കെ സനിൽകുമാർ, തോമസ് ജോൺ കുറിച്ചിയിൽ, ഷൈല കാർലോസ്, വിജയലക്ഷ്മി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. സംഭവത്തിൽ 3 KSU നേതാക്കൾക്കെതിരെ കേസ്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദുകൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫീഖർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. മുടി വെട്ടിയില്ല, 14 കുട്ടികളെ ഗേറ്റിന് പുറത്താക്കി അധ്യാപകർ. കൊല്ലം ഉമയനല്ലൂർ, മൈലാപ്പൂർ AKM HSSലെ വിദ്യാർത്ഥികളെയാണ് ഗേറ്റിന് പുറത്താക്കിയത്. കാലത്തിനൊപ്പം മാറുന്ന വിദ്യാലയങ്ങൾ പഠന മികവും ഉറപ്പാക്കുന്നുവെന്ന് മന്ത്രി KM ബാലഗോപാൽ. പുതിയ കാലത്തിന്റെ മാറ്റങ്ങളും കുതിപ്പുകളും കേരളത്തിലെ വിദ്യാലയങ്ങൾക്കും അവകാശപ്പെടാമെന്ന് മന്ത്രി. കൊല്ലം കടയ്ക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കേരള സർവകലാശാല കലോത്സവത്തിനിടയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ചതായി ആരോപണം. കൊല്ലത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് KSU മാർച്ച്. അക്രമം നടത്തിയ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് KSU. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.